Hi friends, welcome back to my channel, Your Online Teacher. വളരെ ഈസി ആയിട്ട് 10 ഗ്രാമേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെ ഗ്രാമർ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുവിധം ഗ്രാമർ എല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മെയിൻലി നമുക്ക് 10 മുതൽ 12 വരെ മാർക്കിന് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ നമുക്ക് എന്തായാലും ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രിപ്പോസിഷൻസ് നോക്കാം, ഈസി ആണ്, പക്ഷെ ചില വർഷങ്ങൾ പ്രിപ്പോസിഷൻസ് ചോദിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ. അപ്പൊ നമുക്ക് നോക്കാം. ഷീ ഈസ് ഫോണ്ട് ഡാഷ് മ്യൂസിക്. ഫോണ്ട് ഇൻ മ്യൂസിക് എന്ന് നമ്മൾ പറയോ? ഇല്ല. ഫോണ്ട് ഓഫ് മ്യൂസിക്. Then he is afraid in dogs എന്നോ ഓൺ ഡോഗ്സ് എന്നോ പറയോ? ഇല്ല. He is afraid of dogs. ഡോഗ്സിനെ പേടിയാണ്. The book is dash table. ടേബിളിന്റെ മുകളിലല്ലേ വെക്കുക, അപ്പൊ ഓൺ വേണം നമ്മൾ പറയാൻ വേണ്ടി. ഷെൽഫിന്റെ ഉള്ളിലാണെങ്കിൽ ഇൻ എന്ന് യൂസ് ചെയ്യണം. ഷീ ഈസ് ഗുഡ് അറ്റ് മാത്സ്. ഷീ ഈസ് ഗുഡ് അറ്റ് സയൻസ്. അങ്ങനെയൊക്കെ അറ്റ് വേണം യൂസ് ചെയ്യാൻ. ഹി ഈസ് ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡ് ഇൻ വരുമ്പോ ഇൻ വരണം. ഇൻട്രസ്റ്റഡ് വരുമ്പോ ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. അങ്ങനെ വരണം. സോ പ്രിപ്പോസിഷൻസ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തേതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ ആദ്യം ഞാൻ അത് എന്താണെന്ന് പറഞ്ഞുതരാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവ രണ്ടും ഒരു പേരാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അതായത് ഒരെണ്ണം സബ്ജക്റ്റ് ഒരെണ്ണം ഉള്ളെങ്കിൽ വെർബും ഒരെണ്ണമായിട്ട് തന്നെ സിംഗുലർ ആയിട്ട് നിൽക്കണം. അതേസമയം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും പ്ലൂറൽ ആയിരിക്കണം. സിംഗുലർ ആണോ എന്ന് എങ്ങനെ അറിയും? എസ് ഫോമിലായിരിക്കും വെർബ് ഉണ്ടാവുക. അതായത് പ്ലേസ് എസ് കണ്ടോ, സിങ്സ് എസ് കണ്ടോ, ഡാൻസസ് എസ് കണ്ടോ. എസ് ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആണ് വെർബിന്. എസ് ഫോമിൽ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വെർബും സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഹി ഡാഷ് ടു സ്കൂൾ ഡെയിലി. ഹി എന്നത് സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? എസ് വേണം. ഹി ഗോസ് ടു സ്കൂൾ ഡെയിലി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ദേ ഈസ് ഓർ ആർ പ്ലെയിൻ. ദേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട് സബ്ജക്റ്റ്. അപ്പൊ നമ്മുടെ വെർബ് എന്തായിരിക്കണം? ഒന്നിലധികം, പ്ലൂറൽ ആക്കണം. അപ്പൊ നമ്മള് ദേ ആർ. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ, ആറാണ് പ്ലൂറൽ വരുന്നത്. ഇനി ഈച്ച് സ്റ്റുഡന്റ്, ഓരോ കുട്ടി. അപ്പൊ ഒരാളാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്ത് വേണം? സിംഗുലർ യൂസ് ചെയ്യണം. ഹാസ്. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് എ ബുക്ക്. ഇനി ദ ബോയ്സ്. ദ ബോയ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലൂറൽ വേണം യൂസ് ചെയ്യാൻ. ദ ബോയ്സ് ആർ ഹാപ്പി. ഷീ ഡു ഓർ ഡസ് ഹർ വർക്ക്. ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അതുകൊണ്ട് അതിന്റെ കൂടെ എസ് ഫോമിലുള്ള വെർബ് യൂസ് ചെയ്യണം. സോ ഷീ ഡസ് ഹർ വർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നമ്മൾ പഠിക്കണത്. എറേഴ്സിലും ഒക്കെ ഇത് കയറി വരും. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് ഒരു 3 ടൈപ്പ് ആണുള്ളത്. 3 ടൈപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. അത് ഞാനിവിടെ ആദ്യം 3 ടൈപ്പ് പറയും. ഈ എക്സാമ്പിൾ എഴുതി തരാം. നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോ. അത് അങ്ങനെ തന്നെ എല്ലാ തവണയും വരുള്ളൂ. ഇഫ് യു സ്റ്റഡി വെൽ you will win. If you studied well, you would win. If you had studied well, you would have won. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഈ 3 സെന്റൻസ് വേണ്ടി കാണാതെ പഠിച്ചു വെച്ചോ. ഇഫ് യു സ്റ്റഡി വെൽ. സ്റ്റഡി പ്രസന്റ് ടെൻസിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആൻസറിന്റെ ഉള്ളിൽ വില്ല് വരണം. സ്റ്റഡീഡ് പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിന്റെ ഉള്ളിൽ വുഡ് എന്തായാലും വരണം. ഏത് സെന്റൻസ് ആയിക്കോട്ടെ വുഡ് വന്നിരിക്കണം. ഇനി ഹാഡ് വന്നിട്ടുണ്ടെങ്കിലോ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്നാണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ ഉള്ളിൽ വുഡ് ഹാവ് എന്ന വാക്കും വരണം. നമ്മുടെ വേർബ് V3 ഫോമിലാകുകയും വേണം. വോൺ ആയില്ലേ, ഇവിടെ വിൻ എന്നുള്ള വോൺ ആയില്ലേ. ഓക്കെ, അങ്ങനെയും വരണം. ഇനി ഇവിടെ നോക്കിയാൽ ബാക്കി മനസ്സിലാവും. ഇഫ് ഐ സ്റ്റഡി സിംഗുലറാ, ഞാൻ പഠിച്ചാല് വില്ലല്ലേ അപ്പൊ അതിൽ വരേണ്ടത് ഐ വിൽ പാസ്. ഇനി ഇഫ് ഷീ വർക്ക്ഡ്, അപ്പൊ സ്റ്റഡീഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫോമിൽ സെക്കൻഡ് ഫോമിൽ ഇരിക്കണം. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? വുഡ് വരണം. ഷീ വുഡ് സക്സീഡ്. ഇനി ഹാഡ് വന്നിട്ടുണ്ട്. ഹാഡ് വരുമ്പോൾ നമ്മുടെ അങ്ങനെ നോക്കിയാൽ മതി. ഹാഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്ത് വരണം? വുഡ് ഹാവ് എന്തായാലും വരണം. അപ്പോ
If I had money, I would have I would have bought ആവണം. Would have bought a car. V3 ഫോമിലേക്ക് മാറണം. ഇനി if he had studied, അങ്ങനെ തന്നെ if he had studied, had ഉണ്ടല്ലോ, would have വരണം. would have pass എന്നുള്ള passed ആവും, V3 ഫോമിലേക്ക് വരും. if it rains, ഫസ്റ്റ് ഫോമിലേക്ക് if you study well ഇല്ലേ, അപ്പൊ എന്താണ് അതേ ഫോമിലാണ് നിൽക്കുന്നത്, we will stay at home. ഇങ്ങനെയാണ്. അപ്പോ ഇത് നമുക്ക് കൂടുതൽ വരാറ് നിങ്ങളുടെ ഫ്രണ്ടിനെ ഉപദേശിക്കും എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഓക്കെ, അതിലേക്ക് ഇത് ചേർക്കണം കേട്ടോ, if ക്ലോസ് ചേർക്കണം. ദെൻ ഇഡിയംസ് ആണ്. ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വാക്ക് പോലെ ആയിരിക്കില്ല അതിന്റെ അർത്ഥം ഉണ്ടാകുക, സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ആ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നാണ് അർത്ഥം. ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അർത്ഥം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ കറക്റ്റ് ആണെന്നുള്ളത്. വൺസ് ഇൻ എ ബ്ലൂം എന്ന് പറഞ്ഞാൽ വെരി റെയർലി, വല്ലപ്പോഴും എന്നുള്ളൊരു അർത്ഥം വരുന്നത്. സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ റിവീൽ എ സീക്രട്ട് എന്നാണ് അർത്ഥം. ഇത് കൂടാതെ വേറെയും റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാറുണ്ട്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മഴ എന്നാണ് അർത്ഥം. ഓക്കെ, ഹെവി റെയിൻ എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ വരാറുള്ളത് ആപ്പിൾ ഐ എന്ന് പറയാറുണ്ട്. ആപ്പിൾ ഐ നമ്മൾ പറയല്ലേ, കണ്ണിലെ കൃഷ്ണമണിയാണ്, ഇപ്പൊ ഹീസ് എൻ ആപ്പിൾ ഐ ഓഫ് ടീച്ചർ, ടീച്ചറിന്റെ പെറ്റാണെന്നൊക്കെ നമ്മൾ പറയില്ല അത്. പിന്നെ വരുന്നതാണ് ക്രോക്കഡൈൽ ടിയേഴ്സ്. ഫേക്ക് ആയിട്ട് പറയുന്നതിനെയാണ് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. ഫേക്ക് ആയിട്ട് കരയുന്നത് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയാറുണ്ട്. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറമേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. നോർമലിലേക്കാണ് വിട്ട് പുറമേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇഡിയംസ് ചില സമയത്ത് ചോദിക്കാറുണ്ട്. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് തീരെ അറിയില്ലെങ്കിൽ ജസ്റ്റ് അത് പാസീവ് ഫോമിലേക്ക് ആക്കി എഴുതാം. അപ്പൊ ഹീ സെഡ് ഐ ആം ഹാപ്പി, അപ്പൊ ഹീ സെഡ് ദാറ്റ്, ഞാൻ എന്നുള്ള എന്താവും, വേറൊരാൾ കേട്ട് പറയുമ്പോ അവൾ എന്നാവില്ല, അല്ലെങ്കിൽ അവൻ എന്നാവും. ഹീ സെഡ് ദാറ്റ് ഹീ വാസ്, ഇത് ഈസ് അല്ലേ, അപ്പൊ വാസ് ഫോം, ഈസിന്റെ വേറെ ഫോമിലെ നമുക്ക് വാസ് ഫോമിലേക്ക് അതാ. ഹീ വാസ് ഹാപ്പി. ഷീ സെഡ് ഐ വിൽ കം, അപ്പൊ ഷീ സെഡ് ദാറ്റ് ഹീ വിൽ എന്താവും, വുഡ് ആവും, ഹീ വുഡ് കം, അല്ലെങ്കിൽ ഷീ വുഡ് കം. ഷീ സെഡ് ആയതുകൊണ്ട് ഷീ വുഡ് കം. ഹീ സെഡ് ഐ ഹാവ് ഡൺ ഇറ്റ്, അപ്പൊ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, ഹീ സെഡ് ദാറ്റ് ഹീ ഹാവ് എന്താവും, ഹാഡ്, ഹീ ഹാഡ് ഡൺ ഇറ്റ്. ഷീ സെഡ് ഐ ക്യാൻ സ്വിം, ഷീ സെഡ് ദാറ്റ് ഷീ കുഡ്, ക്യാൻ എന്താവും, കുഡ്, ഷീ കുഡ് സ്വിം. ഹീ സെഡ് ഐ ഗോ ടു സ്കൂൾ, അപ്പൊ എന്താണ് അത് കഴിയുമ്പോ റിപ്പോർട്ടർ ആക്കുമ്പോ ഹീ സെഡ് ദാറ്റ് ഹീ ഗോ എന്താ വെന്റ് ടു സ്കൂൾ. അങ്ങനെ തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് പാസ്റ്റ് ഫോമിലേക്ക് ആക്കി എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ആക്റ്റീവ് ടു പാസീവ് വോയിസിലേക്ക് ആക്കാൻ ചോദിക്കാറുണ്ട്. ഷീ റോട്ട് എ ലെറ്റർ. ഇനി ലെറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ എങ്ങനെ എഴുതും, എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹർ എന്ന് എഴുതും. ഇനി ഹി ഈറ്റ്സ് an apple, an ആപ്പിളിന് ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കും, ലാസ്റ്റ് കിടക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. an apple is eaten, eats അല്ലേ, അപ്പൊ is eaten by him. they built a house, a ഹൗസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, a house was built by them, they them out. she is reading a book, ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, a book is being, ing വരുമ്പോ being യൂസ് ചെയ്യണം കേട്ടോ, is being read by her. he will complete the work, അപ്പൊ the workന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, the work will be completed by him. ഓക്കെ, അങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി cohesive devices ആണ്. he was tired, പക്ഷെ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, however, എന്നിരുന്നാലും he continued working. she studied hard, she passed, അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, therefore. നമുക്ക് ഓപ്ഷൻസിൽ തരും കേട്ടോ, അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് she passed. I like tea dash coffee, I like tea dash coffee, രണ്ടും ഇഷ്ടമാണ്, അപ്പോൾ I like tea and coffee. he was late, he missed the bus, late ആയതുകൊണ്ട് ബസ് മിസ്സായി, so he was late because he missed the bus. സോറി, ബസ് മിസ് ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഡാഷ് ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്, മഴയായിരുന്നെങ്കിലും പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അത് although it was raining we went out. Okay, then എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. എററിൽ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ചോദിക്കുക. ഈ ഡോണ്ട് ലൈക്ക് ടീ എന്ന് പറഞ്ഞാൽ ഈ സിംഗുലർ അല്ലേ,
അപ്പോ വെർബ് എസ് ഫോമിൽ വരാം. ഹി ഡസന്റ് ലൈക്ക് ടീ. ഷീ ഗോ അല്ല, ഗോസ് ടു സ്കൂൾ ആണ് വരാം സിംഗുലർ ആയിട്ട്. ദേ വാസ് ഹാപ്പി അല്ല, ദേ വേർ ഹാപ്പി ആണ്. ഐ ഹാസ് എ പെൻ എന്ന് പറയില്ല. ഐ സിംഗുലർ ആണെങ്കിലും അതിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ യൂസ് ചെയ്യുള്ളൂ. സോ ഐ ഹാവ് എ പെൻ എന്നേ പറയൂ. ഹി ഡു ഹിസ് വർക്ക് അല്ല, ഹി ഡസ് ഹിസ് വർക്ക് ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, പിന്നെ മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. പിന്നെ ക്യാപിറ്റൽ അതൊക്കെ എഴുതിയിട്ടുണ്ടോ, പ്രിപ്പോസിഷൻസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ പ്രപ്പോസിഷൻസിന്റെ വേറെ കുറച്ച് എക്സാമ്പിൾ കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താണ്. ഹി ഈസ് മാരീഡ് ടു ഹെർ. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ സൺ. ദ കാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. ഹി ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. സിമ്പിൾ ആയിട്ടുള്ളതാണ് പ്രിപ്പോസിഷൻസ്. ലാസ്റ്റ് വൺ ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് ചേഞ്ച് ചെയ്യാൻ. വളരെ അപൂർവമായിട്ടാണ് ഇത് ചോദിക്കാറുള്ളത്. നോക്കാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ബ്യൂട്ടിഫുൾ ഫ്ലവർ അതിന് എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് ആക്കുമ്പോൾ ഇതൊരു സാധനമല്ല. ഇപ്പൊ വാട്ട് എന്ന് പറഞ്ഞു തുടങ്ങാം. വാട്ട് ആ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇറ്റ് ഈസ് എന്നും കൂടി ചേർക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. അങ്ങനെയാണ്. എന്റെ എക്സ്ക്ലമേഷൻ മാർക്കും കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആവുക. ദ ബോയ് ഈസ് വെരി ക്ലവർ. അപ്പൊ ഇത് സാധനമല്ല. അപ്പൊ ഹൗ ചേർക്കാം. ഹൗ, ഈ വെരി പിന്നെ നമ്മൾ എടുക്കണ്ട, ആഡ്വർബ് എടുക്കണ്ട, വെരി അങ്ങനെ പറഞ്ഞ സംഭവം എടുക്കണ്ട. അപ്പൊ ഹൗ ക്ലെവർ ദ ബോയ് ഈസ്. ഇനി ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ. വാട്ട് ചേർക്കാലോ. വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്. ഷീ ഈസ് വെരി കൈൻഡ്. വെരി എടുക്കണ്ട. ഹൗ കൈൻഡ് ഷീ ഈസ്. ദിസ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ്. വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് ഈസ്. ദിസ് ഈസ് എന്ന് ചേർക്കാട്ടോ. ദിസ് ഈസ്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു 10 ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്സ് ഗ്രാമറിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അവസാനം വരെ കണ്ടവര് ബ്യൂട്ടിഫുൾ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.